ഹായ് ഡിയർ ഫ്രണ്ട്സ്, റിനൂസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം നോക്കാം. ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനു വേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസും പാകത്തിന് ഉപ്പും ചേർത്ത് മാഗ്നേഷൻ ചെയ്ത് വെച്ചതാണിത്. ഇത് പൊരിച്ചതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ മാഗ്നേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ പീസസ് ആയിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരല്പം ഗ്രാമ്പും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 3-4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ആവണം ഒരല്പം മുന്നിട്ട് നിൽക്കേണ്ടത്. ഒരല്പം കട്ട് ചെയ്ത മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കേണ്ടത്. നന്നായി കഴുകി ക്ലീൻ ആക്കി വെച്ച അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 കിലോ അരിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. റൈസ് പാകമായി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടി പിടിക്കാതെ വേറിട്ട് കിടക്കുന്നതിന് വേണ്ടി ഇതിലോട്ട് ഒരല്പം ലെമൺ ജ്യൂസും ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്നിൽ ഒട്ടാത്ത രീതിയിൽ കിട്ടും. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു തവി വെച്ചോ ചട്ടകം വെച്ചോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അടി പിടിക്കുന്നത് ഒഴിവാക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ അരിയൊക്കെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് അത് ഊറ്റിയെടുക്കാം. ഇതൊരു പകുതി വേവായിട്ടുണ്ടെങ്കിൽ ഊറ്റിയെടുക്കണം. ബാക്കി നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് അതിൽ കിടന്നിട്ട് കുക്കായി കിട്ടും. അപ്പോൾ പകുതി വേവാകുമ്പോൾ പെട്ടെന്നത് ഊറ്റിയെടുക്കാം. ചോറ് മുഴുവനായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇത് വാർത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അതിലിരുന്നിട്ട് വീണ്ടും വേവ് കൂടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ബിരിയാണിയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3-4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 4 മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഓയിൽ കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണയുടെ കുറവുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരല്പം സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറവാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന സമയത്ത് തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 5-6 പച്ചമുളക് എടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ഇവിടെ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇത് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, ഞാൻ ഇതിലോട്ട് മസാല ചേർക്കുന്ന വീഡിയോ എടുത്തപ്പോഴേ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ക്ഷമിക്കണേ. ഇത്രയും മസാലകളാണ് ചേർക്കേണ്ടത്. നമ്മൾ ചിക്കൻ
കുക്ക് ചെയ്തപ്പോൾ അതിലും മസാലകൾ ചേർത്തിട്ടാണല്ലോ പാകം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും ചേർത്താൽ മതി. അപ്പം മസാല ഒക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഇതിലോട്ട് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, ഒരല്പം മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എരിവും ഉപ്പൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എരിവോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടി പിടിക്കും. വിറക് അടുപ്പിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തീ കത്തിക്കേണ്ട, അതിലുള്ള കനൽ വെച്ച് തന്നെ ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തേങ്ങാപ്പാലാണ്. ഇത് 1/2 മുറി തേങ്ങയും ഒരു 3-4 കാഷ്യൂ നട്ട്സും 1/2 ഗ്ലാസ് വെള്ളവും മിക്സിയുടെ ജാറിലെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താണിത്. ഇത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളിൽ പലരും ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പാകം ചെയ്ത് വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഗരം മസാല പൊടിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ള ആ ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഒരല്പം നെയ്യ് കൂടെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ബാക്കി വരുന്ന ചോറൂടെ ഇട്ട് കൊടുക്കാം സെക്കൻഡ് ലെയർ ആയിട്ട്. ഇങ്ങനെ 3 പാർട്ടായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് 3 പാർട്ടായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗരം മസാല സ്പ്രെഡ് ചെയ്യുക, നെയ്യ് തൂവി കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് ഒരല്പം ബാക്കി വെച്ചിരുന്നു, അതുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂ കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു പാത്രം കൊണ്ട് മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെയിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാം. ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോഴന്നെ അല്ല ആ ബിരിയാണിൻ്റെ ഒക്കെ നെയ്യിൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സേവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു വെറൈറ്റി വിഭവമായി വരുന്നതുവരെ ബൈ ബൈ.